പക്ഷേ പാലക്കാട് CPM എന്താണ് സംഭവിച്ചത്? നമ്മുടെ സരിൻ എങ്ങോട്ട് പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്തൊരു കോലാഹലമായിരുന്നില്ലേ? അതെ. എന്തുമാത്രം ബഹളം. ഈ സരിൻ്റെ വരവ്, പോക്ക്, എഴുന്നള്ളിപ്പ്. അതെ, റോഡ് ഷോ. മാത്രമല്ല എന്തോ വലിയ നിധി കിട്ടിയതുപോലെ ഇടതുപക്ഷം കൊണ്ടുകടന്ന് രാജ്കുമാരാമാനെ സ്ഥാനാർത്ഥിയാക്കി. ഇപ്പോൾ എന്തായി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, നമ്മളൊരു സർക്കാസ്റ്റിക് ചോദ്യം. ആ ചോദ്യം ഇടതുപക്ഷം നേരിടുന്നുണ്ട്. ഈ ഒരു പരിസ്ഥിതി പറയുന്ന പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഇപ്പൊ സരീനെ കാണാനില്ല. ഇത് സംഭവിക്കുമെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. സാമാന്യ ബോധമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യന്റെ കയ്യിൽ അദ്ദേഹം ഡോക്ടറായിരിക്കാം, IAS പരീക്ഷയ്ക്ക് പോയിട്ട് സിവിൽ സർവീസ് ഒക്കെ പാസ്സായി, സിവിൽ സർവീസിൽ ഏതോ ഒരു ഒന്നിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്നു. IASഉം IAA. ഈ സരിന്റെ വരവിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ഈ ഡോക്ടർ സരിൻ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് ആയിരിക്കാം. പക്ഷെ പൊളിറ്റിക്സിൽ ഡോക്ടറേറ്റ് പോയിട്ട് അദ്ദേഹം പ്രൈമറി ക്ലാസ് പാസ്സാവാനുള്ള യോഗ്യതയില്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം. വന്ന ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ്, ഈ മനുഷ്യൻ പറയുന്നതിൽ രാഷ്ട്രീയമേ ഇല്ല. എന്തുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം തെറ്റാണ്, എന്തുകൊണ്ട് CPM രാഷ്ട്രീയം ശരിയാണ്, ഇടതുപക്ഷ വലതുപക്ഷ ഭേദം. അത് ഇനി വേണമെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനില്ലെങ്കിൽ കേരള രാഷ്ട്രീയം മുൻനിർത്തി പറയാം. പാലക്കാട് ജില്ലയുടെ പൊളിറ്റിക്സ് വെച്ച് പറയാം, ഒറ്റപ്പാലത്തെയോ പാലക്കാട്ടെയോ പ്രാദേശിക ഇഷ്യൂസ് വെച്ച് പറയാം. പറഞ്ഞതൊന്നും പൊളിറ്റിക്സ് അല്ല. ഇദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അധികാരം മോഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒറ്റപ്പാലം സീറ്റ് കൊടുത്തു. കുറഞ്ഞ കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിനുള്ളൂ. എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് അർഹിക്കുന്നതിലേറെ അംഗീകാരം കൊടുത്തു. ഒറ്റപ്പാലം സീറ്റിൽ മത്സരിപ്പിച്ചു. പാർട്ടി IT സെല്ലിൻ്റെ കൺവീനറോ സംസ്ഥാന ചുമതലയുള്ള നേതാവ് ഈ പദവിയൊക്കെ കൊടുത്തു. അതിലപ്പുറം അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം? അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ആകെ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടുന്ന സാമാന്യം ഭേദപ്പെട്ട ഉറപ്പുള്ളൊരു സീറ്റാണ്. തൃത്താല ജയിച്ചതൊക്കെ യാദൃച്ഛികമായിട്ട് ജയിച്ചതാണ്. പാലക്കാട് സീറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഷാഫി വന്നതിന് ശേഷം ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സീറ്റിൽ ഷാഫി മാറുമ്പോഴെങ്കിൽ പിന്നെ വരേണ്ടത് താനാണെന്ന് സ്വയം തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ സരിൻ എന്ന ഫാക്ടറാണ്. സരിൻ എന്ന ഫാക്ടർ പ്രകടിപ്പിച്ച അരാഷ്ട്രീയവും സ്വാർത്ഥവുമായ പ്രകടനമാണ്. ഒരു രാഷ്ട്രീയ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഉറപ്പുവരുത്തിയ ആദ്യത്തെ ദിവസമാണത്. ഓക്കെ, ഇനി അങ്ങനെ ഒരാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്താം, പ്രതിഷേധിക്കാം. അതിൻ്റെ അന്തിമമായി സംഭവിക്കാവുന്ന പരമാവധി റിസൾട്ട് എന്താണ്? കോൺഗ്രസ് നേതൃത്വം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യും. അദ്ദേഹത്തിന് ഒരു ബെറ്റർ ഓപ്ഷൻ അടുത്ത തവണയെങ്കിലും ഒരു ജയിക്കാവുന്ന സീറ്റ് കൊടുക്കാമെന്നോ പരിഗണിക്കാമെന്നോ പാർട്ടിയിൽ കുറെ കൂടി ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരാമെന്നോ ഒക്കെയല്ലേ സാധാരണഗതിയിൽ വരിക. അപ്പോൾ ഇദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ച അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ആ പത്രസമ്മേളനം. ആ പത്രസമ്മേളനം കഴിയുമ്പോൾ എന്താ പ്രകടിപ്പിക്കും? 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് CPM പാളയത്തിൽ കയറിയിട്ട് അടുത്ത പത്രസമ്മേളനം അവിടെ വെച്ച് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഇതിൽ സത്യത്തിൽ CPMൻ്റെ പാപ്പരത്വം കൂടി വെളിവായി. പാലക്കാട് പോലെ ഒരു നാട് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ആ മണ്ഡലത്തിലും കഴിഞ്ഞ കുറേ കാലമായി BJP സ്വാധീനം നേടിയിട്ടുണ്ട്. ഈ ശ്രീധരേട്ടനെ പോലെ ഒരാൾ ജയിക്കുമെന്നൊരവസ്ഥ വന്നപ്പോൾ ഇടതുപക്ഷ UDF LDF ഒക്കെ ചേർന്നിട്ടാണ് ആ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത്. അതും നിസ്സാര വോട്ടിന്, അല്ലേ, 3850 ചില്ലറ വോട്ടിന് തോൽപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, അപ്പോൾ പാലക്കാട് അവർക്ക് നിർണായകമായ ഒരു സീറ്റാണെന്ന് വെച്ചോളൂ. നിർണായകമാണ്. ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പോയി എന്നത് ശരിയാണ്. പക്ഷേ അവിടെ പിടിച്ചെടുക്കാനുള്ള സ്ട്രാറ്റജി നോക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഷാഫി മാറുന്നു. ഷാഫിയെ പോലെ ഒരാൾ അവിടെ ഒരു അടിയുറപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു സംസ്ഥാനതല നേതാവ് വരുന്നു. അതും യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്, ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരാളുടെ വരവിനെ തടയണമെങ്കിൽ അതിന് യുക്തമായ എന്തുമാത്രം അജണ്ട പാലക്കാട് ജില്ലയിലുണ്ട്. കാരണം വിഭവങ്ങളുണ്ടല്ലോ CPMൻ്റെ കയ്യിൽ. വിഭവങ്ങളിപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ കുറവാണെങ്കിൽ തന്നെ പാലക്കാട് ജില്ല CPMൻ്റെ കോട്ടയല്ലേ? ഏത് മണ്ഡലത്തിലാണ് അവർ 1ാം പാർട്ടി അല്ലാത്ത മണ്ഡലം ഏതാ ഉള്ളത് പാലക്കാട് ജില്ലയിൽ? ഇപ്പോഴും തൃത്താലയിൽ പോലും ജയിച്ചത് CPMലെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിലാണ്. തൃത്താലയിൽ ബൽറാം ജയിച്ചത് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. ബൽറാം തോറ്റു,
ഇപ്പുറത്ത് പാലക്കാട് ഷാഫി ജയിച്ചു. അല്ല, അത് ആ തെരഞ്ഞെടുപ്പിൽ, അത് തൊട്ട് മുമ്പ് ബലറാം ജയിച്ചുകൊണ്ടിരുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, CPM-ലെ വിഭാഗീയത കൊണ്ടാണ് തോറ്റത്. അത് അവർക്കറിയാം. അത് കഴിഞ്ഞിട്ട് രാജേഷിനെ പോലെ ബലറാമിനോട് മുഖാമുഖം മുട്ടാനും കൊള്ളാവുന്ന ഒരു നേതാവില്ല. രണ്ട് കാര്യം അവിടെ സംഭവിച്ചത്. ഒന്നുകിൽ പടുവൃദ്ധരായ നേതാക്കന്മാരെ ഈ ബലറാമിനെതിരെ നിർത്തി തോൽപ്പിച്ചു. തീർച്ചയായിട്ടും ബലറാം ജയിച്ചു പോയി. അപ്പോൾ പാർട്ടിയിലെ വിഭാഗീയത അതിന് കളവൊരുക്കി. അതേസമയത്ത് പിന്നീട് ബലറാമിനോട് മുട്ടാവുന്ന MP രാജേഷിനെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ ബലറാം ജയിച്ചു. അതാണല്ലോ സംഭവിച്ചത്. അതിലെ രാജേഷ് ജയിച്ചു, MP രാജേഷ് ജയിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർക്കിപ്പോഴും ഈ തൃത്താല ഉൾപ്പെടെ അവരുടെ കൈപ്പിടിയിലുള്ള മണ്ഡലമാണെന്നുള്ള അർത്ഥം. ഇടതുപക്ഷത്തിന്റെ മണ്ഡലമല്ലേ? എന്നിട്ട് അവർക്ക് പാലക്കാട്ടേക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റണ്ടേ? ഒരു കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാട്ടേക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ കളത്തിലിറക്കുകയും വേണ്ടേ? പാലക്കാട്ട് അല്ലാതെ എന്താ പക്ഷേ CPM എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? പാലക്കാട് അവർ എഴുതി തള്ളിയിരിക്കുകയാണ്. പാലക്കാട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോഴും ഈ മുതിർന്ന തലമുറയിലും പുതിയ തലമുറയിലും ഒക്കെ ശക്തമായ വിഭാഗീയം നിലനിൽക്കുന്നു. പാലക്കാട്ട് ഒരു പ്രശ്നം അതാണ്. പാലക്കാട്ട് എന്തെങ്കിലുമൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എപ്പോഴൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ടോ അത് കടുത്ത വിഭാഗീയത കൊണ്ട് മാത്രമാണ് തോറ്റത്. അല്ല, അത് 2019 വ്യക്തമായിരുന്നല്ലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കരുതിയിരുന്നത് എവിടെ തോറ്റാലും പാലക്കാട് CPM തോക്കില്ല. പക്ഷെ പാർട്ടിക്ക് ഉള്ളിലെ ഈ അടിയൊഴുക്ക്, ഈ വിഭാഗീയതയുടെ കടുത്ത അടിയൊഴുക്ക് ആരും കണ്ടില്ല. അത് വോട്ടെണ്ണി തുടങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യം പാലക്കാടത്തെ ഫലങ്ങളാണ് വരുന്നത്. പാലക്കാട് MP രാജേഷ് വളരെ പുറകിൽ, ശ്രീകണ്ഠൻ, കാരണം ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീകണ്ഠൻ എന്നാണ് ലോകം കരുതിയിരുന്നത്. രാഷ്ട്രീയ വിശകലനം നടത്തിയ ആൾക്കാരെല്ലാവരും ശ്രീകണ്ഠന് ഒരു 10 മാർക്ക് പോലും 100-ൽ കൊടുത്തിരുന്നില്ല. പക്ഷേ MP രാജേഷിന് 100-ൽ 90 മാർക്കും കൊടുത്തിരുന്നു. എന്നിട്ടും അവിടെ തോറ്റു. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത എത്ര ശക്തമാണെന്നുള്ളത് അതാണ്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത വളരെ ശക്തമാണ്. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇപ്പോഴും ആലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവർ മാറി എന്ന് നിസ്സാര കാര്യങ്ങൾ വഴക്കിടുന്നത് കണ്ടില്ല. ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ അവിടെ ഒരു ഷാഫിയുടെ എന്താണ് ഇവൻ്റെ രാഹുലിൻ്റെ ഒരു പെട്ടി വിവാദം ഉണ്ടായി. ആ വിവാദമല്ല എന്ന് സ്ഥാനാർത്ഥി സരീൻ. അപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് NN കൃഷ്ണദാസ്. അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഒരു അഭിപ്രായം. അതിനെ പിന്തുണച്ചുകൊണ്ട് വേറൊരു MP രാജേഷ്. ഇങ്ങനെ പാർട്ടി വിഭാഗീയത വളരെ പ്രകടമായി. ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത AK ബാലേട്ടൻ്റെ ഗ്രൂപ്പ് വേറെ. ഇങ്ങനെ ഇപ്പം സത്യത്തിൽ എന്താ സംഭവിച്ചത് അറിയാം? സംസ്ഥാന തലത്തിൽ CPM-ലെ വിഭാഗീയത ഇല്ലാതായി എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഏകാധിപത്യം വന്നതുകൊണ്ട് പിന്നെ വിഭാഗീയത ഇല്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ കാലത്ത് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോലും വാതുറക്കാത്ത അവസ്ഥ വന്നു. അപ്പോൾ അതേ സമയത്ത് സംഭവിച്ചിരിക്കുന്നത് ജില്ലകളിൽ പിണറായി വരാനിടയില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കീഴടങ്ങളിലും ജില്ല തൊട്ട് താഴോട്ടുള്ള എല്ലാ ഘടകങ്ങളിലും ഗ്രൂപ്പിസം ഓരോരോ അതിലെ രസം എന്താന്ന് വെച്ചാൽ മാഷെ, ഈ പിണറായിയുടെ ആളുകൾ തമ്മിലാണ് ഈ ഗ്രൂപ്പിസം. അതാണ്, അവർ തമ്മിലാണ് ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പ്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട്ട് തോറ്റത് മറ്റാരുമല്ല, രണ്ട് ഘടകങ്ങളാണ്. നമ്മളിപ്പോൾ ജനറലായിട്ട് പറയാമെങ്കിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ തരംഗം ഇല്ലാത്ത കാലത്തും പാലക്കാട്ട് തോറ്റുകൊണ്ടിരുന്നു. അതിൻ്റെ കാരണം പാലക്കാട്ടെ വിഭാഗീയതയാണ്. CPM അത് പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നല്ലതാണ്. 2, വിഭാഗീയതയുടെ പേരിൽ പാർട്ടി ഇല്ലാതാക്കാൻ നടക്കുന്നതിൻ്റെ പ്രവണതയാണ്. പാലക്കാട്ട് നിന്ന് കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ നിർത്തുന്നതിന് പകരം എത്രയോ പേര് അവൈലബിൾ ആയിരിക്കെ കാണിച്ച ഈ പണി ഇന്നലെ വരെ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹം സരിൻ അല്ല, ഈ നമ്മുടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് രാമാനം പോയത് വലിയ കുറ്റമായി ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയമൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ സരിൻ്റെ പ്രചരണം പോലും നടത്തുന്നത്. എന്നിട്ട് മുസ്ലിം പത്രങ്ങൾ പരസ്യം കൊടുക്കുന്ന അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സരീനോ തലേന്ന് രാത്രി വരെ പറഞ്ഞ പൊളിറ്റിക്സ് തള്ളി പറഞ്ഞിട്ടല്ലേ ഒറ്റ രാത്രി കൊണ്ടാണ് അത് സ്വീകരിക്കും. LDF-ലേക്ക് വന്ന് തള്ളി വരുന്നവരെ, അതായത് ഇന്നലെ വരെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വീകരിക്കാതെ അത്ര എളുപ്പമല്ലല്ലോ, കുറച്ച് പണിയുണ്ടല്ലോ സ്വീകരിക്കാൻ. അതൊന്നും ഇവർക്ക് ബാധകമല്ല, ഒരു മാനദണ്ഡവും ബാധകമല്ല. ഒരു സഖാവിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഡറിൻ്റെ, ഒരു തൊഴിലാളി വർഗ ബന്ധുവിൻ്റെ ഒന്നും യാതൊരു യോഗ്യതയും ആവശ്യമില്ല CPM-ൽ ചേരാൻ എന്ന് വരുമ്പോൾ അത് CPM-നെ കുറിച്ചുണ്ടാക്കുന്ന അവമതിപ്പ് കൂടിയാണ് സരിനെ പുറന്തള്ളിയത്. അതുകൊണ്ട് ഈ ഘടകങ്ങളൊക്കെ പരിശോധിച്ചാൽ നല്ലതാണ്. 1, പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗം. 2, പാലക്കാട് ജില്ലയിൽ മറ്റേതൊരു ജില്ലയേക്കാളും ശക്തമായി നിൽക്കുന്ന വിഭാഗീയത. 3, ഈ പുതുതായി വരുന്ന അധികാരമോഹികളെ
പൂവിട്ട് പൂജിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്ന നിരീക്ഷണം. ഇത് മൂന്നും ചേർന്നാൽ പാലക്കാട്ടെ പരാജയമായി. അതാണ് CPM പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇപ്പോഴും CPM അത് പഠിക്കുന്നില്ല. 3-ാം സ്ഥാനത്തു തന്നെ എന്നതാണ് പാലക്കാട്ടെ ഞെട്ടിക്കുന്ന ഒരു ചിത്രം. നമുക്ക് CPM-ന് നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അവർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം.